Hello everyone. In this lecture we are going to discuss about the topic functional dependency. In our previous video we have discussed about the need for the normalization. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തിനാണ് നമ്മൾ നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നോർമലൈസേഷൻ്റെ ആവശ്യം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു? 3 ഡിഫറെൻറ്റ് അനോമലീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡേറ്റാബേസ് ഡിസൈനിൽ വരുന്നത് ആ അനോമലീസിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ നോർമലൈസേഷൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നോർമലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് മുന്നേ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് പഠിക്കണം. ബിക്കോസ് നമ്മൾ ഈ നോർമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതും നോർമലൈസേഷൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് നോർമലൈസേഷൻ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്, അതേപോലെ വാട്ട് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടി 1-2 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ട്രിവിയൽ ആൻഡ് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, ബാക്കി ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. So what do you mean by functional dependency? അതിൻ്റെ ഫോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ we can say that functional dependency or FD. നിങ്ങൾ ഓർത്തോളുക, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് ചില ടൈമിൽ നമ്മൾ ഫുള്ളായിട്ട് പറയില്ല, ചില കേസസിൽ FD എന്ന് തന്നാലും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണെന്ന് ഓർത്തോളൂ കേട്ടോ. ഷോർട്ട് ഫോം ആയിട്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾ ചില ബുക്സ് എടുത്ത് നോക്കിയാൽ. സോ FD മീൻസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. Functional dependency is a method which explains the relation and dependency between attributes in a relation. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റിലേഷൻ, ഇവിടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡേറ്റാബേസ് പറയുന്നതുകൊണ്ട് ടേബിൾ, ഒരു ടേബിളിലെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡായിരിക്കും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. എന്തിനാണ് ഈ റിലേഷൻ കാണിക്കുന്നത്? ഏത് ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നുള്ളതെന്ന് നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഒരു ടേബിളിലെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷനും ഡിപ്പെൻഡൻസിയും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. സോ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദി റിഡൻഡൻസി അല്ലെങ്കിൽ ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിലെ ഡേറ്റ റിഡൻഡൻസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ദ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ നോർമലൈസേഷൻ ഈസ് നോൺ ആസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. നമ്മൾ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? ഈ നോർമലൈസേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണെന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ ഈ ഒരു ഫോമാറ്റിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. FD ഫങ്ഷണൽ ഡിപ്പെൻഡൻസി XY എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ X ടെൻസ് ടു Y, അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ Y എന്നുള്ള ആട്രിബ്യൂട്ടിനെ X എന്നുള്ള ആട്രിബ്യൂട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. Y ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ X, അതാണ് ഇവിടുത്തെ മീനിങ്. ഇതിൽ എക്സും വൈയും 2 ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോമാറ്റിലാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി റെപ്രസെൻറ്റ് ചെയ്യുക. X ടെൻസ് ടു Y. X ടെൻസ് ടു Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y ഡിപ്പെൻഡൻറ്റ് ഓൺ X, അതാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ X യുണീക്ലി ഡിറ്റർമൈൻസ് Y, അങ്ങനെയും പറയാം. ഓക്കെ, X എന്നുള്ള ആട്രിബ്യൂട്ട് Y എന്നുള്ളൊരു ആട്രിബ്യൂട്ടിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ അതവിടെ പറഞ്ഞിരിക്കുന്നത് ഈ റെപ്രസെൻറ്റേഷൻ്റെ മീനിങ് ആണ് X യുണീക്ലി ഡിറ്റർമൈൻസ് Y, ഓർ വി ക്യാൻ സേ ദാറ്റ് Y ഈസ് ഡിറ്റർമൈൻഡ് ബൈ X. പിന്നെ ഇതിലുള്ള ആട്രിബ്യൂട്ട്സ്, ഇതിൽ എക്സും വൈയും 2 ആട്രിബ്യൂട്ട്സ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള X എന്നുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും ഡിറ്റർമിനന്റ് ആട്രിബ്യൂട്ട്. എന്തുകൊണ്ടാണ്? അത് Y എന്നൊരു ആട്രിബ്യൂട്ടിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ RHS എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള Y എന്നുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും ഡിപ്പെൻഡൻറ്റ് ആട്രിബ്യൂട്ട്. വൈ? ബിക്കോസ് X എന്നുള്ളൊരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് Yയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ Y ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ആട്രിബ്യൂട്ട് X. സോ Y ഈസ് നോൺ ആസ് ഡിപ്പെൻഡൻറ്റ് ആട്രിബ്യൂട്ട്. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ്? ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കൊണ്ട് എന്താണ് മെയിനായിട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്? The main advantage is that if the value of one attribute is given,
if the value of one attribute is given, we can directly give the value of other attribute. I mean, the determinant attribute's value is given, then we can easily find out the value of the dependent attribute. X ന്റെ value നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ടേബിളിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാര്യമില്ല, ജസ്റ്റ് സെർച്ച് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, കാൽക്കുലേഷൻ ആക്ച്വലി നമ്മൾ മാത്സിന്റെ കേസിൽ പറയുമ്പോഴേ വരുന്നുള്ളൂ. ഇവിടെ സെർച്ച് എന്ന് മാത്രം മൈൻഡിൽ ഓർത്തുള്ളൂ. സപ്പോസ് x ടെൻസ് ടു y എന്നൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിൽ x എന്നൊരു ആട്രിബ്യൂട്ട് തന്നാൽ അതിന്റെ വാല്യൂ വെച്ച് നമുക്ക് ഈസി ആയിട്ട് വൈയുടെ വാല്യൂ എന്താണെന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ, കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ എംപ്ലോയി ടേബിൾ, സ്റ്റുഡൻറ്റ് ടേബിൾ പോലെ ഒരു ടേബിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഇപ്പോൾ എക്സ് ടെൻസ് ടു വൈ അല്ലെങ്കിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നാണല്ലോ നമ്മൾ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ രണ്ട് റിലേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് റിലേഷനിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈന്ന് രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, എ ബി സി എ ഡി, ആൻഡ് വൈയുടെ വാല്യൂസ് 1 2 3 1 4. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, എ വരുന്ന സ്ഥലത്തൊക്കെ വാല്യൂ എന്താണ് 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3 ആൻഡ് ഡി ഈക്വൽ ടു 4. ഈക്വൽ ടു അല്ല, ഐ മീൻ എ എന്നുള്ള വാല്യൂ വരുന്നിടത്ത് ഈക്വലന്റ് ആയിട്ട് വൈക്ക് വരുന്ന വാല്യൂ 1 എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്ന സമയം ഈ ആട്രിബ്യൂട്ട് എവിടെയൊക്കെ എ എന്നുള്ള ഇൻസ്റ്റൻസ് വാല്യൂ വരുന്നുണ്ടോ അവിടെയെല്ലാം വാല്യൂ എന്താണ് 1, സെയിം വാല്യൂസ് വരണം. അപ്പോൾ ഈ ടേബിളിൽ അത് സാറ്റിസ്ഫൈഡ് ആണ്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഇൻ ദിസ് റിലേഷൻ എക്സ് ഡിറ്റർമൈൻസ് വൈ, ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ബിക്കോസ് എൽ എച്ച് എസ് സൈഡ് ഈ ആർ എച്ച് എസ് സൈഡിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം എ ബി സി ഡി എന്ന് മാത്രമായിരുന്നു എന്ന് വെക്കുക. അപ്പൊ എന്താണ്, എല്ലാ വാല്യൂസും യുണീക്കാണ്, ഇവിടെ ഏത് വാല്യൂ വന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഒരു ടേബിളിൽ റിപ്പീറ്റഡ് അല്ലെങ്കിൽ റിപ്ലിക്കേറ്റഡ് ഡേറ്റ ഇല്ലെങ്കിൽ വി ക്യാൻ ഈസിലി സേ ദാറ്റ് റിലേഷൻ ഹോൾഡ്സ് എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഒരു ടേബിളിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം ആ ടേബിൾ എന്താണ്, ആ ടേബിളിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ എപ്പോഴാണ് കോംപ്ലിക്കേഷൻ വരിക എന്ന് പറഞ്ഞാൽ, ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ, ഇവിടെ നോക്കുവാണെങ്കിൽ എ എന്നൊരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ 2 തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട്. ആ 2 തവണ റിപ്പീറ്റ് ആകുമ്പോഴും അതിന് എന്ത് വരണം, സെയിം വാല്യൂ വരണം. ഓക്കെ, ഇവിടെ ബി എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഇനി ഒരു ബി വരികയാണെങ്കിൽ ആ ബിയുടെ വാല്യൂ 2 തന്നെയാണ് ഈക്വലന്റ് ആയിട്ട് ഇവിടെ വൈക്ക് വരുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഡിറ്റർമൈൻസ് വൈ. അപ്പൊ ഈ റിലേഷനിൽ എക്സ് ഡിറ്റർമൈൻസ് വൈ എന്നുള്ള കോൺസെപ്റ്റ് കറക്റ്റ് ആണ്. സോ the functional dependency x determines y exists in this relation 1. കുറച്ചുകൂടി സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ റിലേഷനിൽ എക്സ് എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ച് നമുക്ക് ഈസി ആയിട്ട് വൈ എന്നുള്ള ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കാം. അതിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം നോക്കൂ, എ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ എയുടെ ഈക്വലന്റ് ആയിട്ട് അത് ഡിറ്റർമൈൻ ചെയ്യുന്ന വൈയുടെ വാല്യൂ 1 ആയിരിക്കും. അത് ഏത് ഇൻസ്റ്റൻസിൽ എടുത്താലും എയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ ഈ ടേബിളിൽ നമ്മൾ എല്ലാ വാല്യൂസും ചെക്ക് ചെയ്യുന്ന സമയത്ത് എ വരുന്നിടത്തെല്ലാം എന്താണ് 1 വന്നിരിക്കുന്നു. ബി വരുന്ന സമയത്ത് 2 ആണ്. സോ ബി യുണീക്ലി ഡിറ്റർമൈൻസ് 2. ഒരു ബി എ ആകിയുള്ളൂ, ആ ബി യുണീക്ക് ആയിട്ടൊരു വാല്യൂനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. സി ഡിറ്റർമൈൻസ് 3 ആൻഡ് ഡി വരുന്ന സമയത്ത് 4. അപ്പൊ എല്ലാ ഇൻസ്റ്റൻസുകളും യുണീക്ക് ആയിട്ട് വൈയുടെ ഒരു ഇൻസ്റ്റൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഹെൻസ് ദിസ് റിലേഷൻ ഹോൾഡ്സ് ദി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇനി നമ്മൾ സെക്കൻഡ് റിലേഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. എന്താ നമ്മുടെ കണ്ടീഷൻ, ഒരു ആട്രിബ്യൂട്ട് വേറൊരു ആട്രിബ്യൂട്ടിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ എക്സ് എന്നുള്ള ആട്രിബ്യൂട്ടും വൈ എന്നുള്ള ആട്രിബ്യൂട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ. എക്സ് ഡിറ്റർമൈൻസ് വൈ ആണെന്നോ നമുക്ക് നോക്കേണ്ടത്, നമുക്ക് നോക്കാം. എക്സിന്റെ എ എന്നുള്ള ഇൻസ്റ്റൻസ് എടുത്തു, അതിന് ഈക്വലന്റ് ആയിട്ട് എന്താ വാല്യൂ വന്നിരിക്കുന്നത് 2 എന്നുള്ള വാല്യൂ ആണ്. ബി എടുക്കുന്ന സമയത്ത് 2. നിങ്ങൾ ഇത് കൺഫ്യൂസ് ആവണ്ട കേട്ടോ. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് എപ്പോഴും വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, റൈറ്റ് സൈഡിനെ എപ്പോഴും ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡ് എപ്പോഴും നമുക്ക് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിരിക്കണം. റൈറ്റ് സൈഡ് എന്നുള്ളത് വാല്യൂസ് ആണ്, അത് ഡ്യൂപ്ലിക്കേഷൻ വരാം. എക്ക് നമ്മൾ 1 വരാം, ബിക്ക് 1 എന്ന് വരാം, സിക്ക് 1 എന്ന് വരാം, അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നമ്മുടെ റൈറ്റ് സൈഡിലെ വാല്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നത്
പ്രശ്നമല്ല. ലെഫ്റ്റ് സൈഡിൽ LHSൽ നമുക്ക് ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സും റൈറ്റ് സൈഡിൽ വാല്യൂസും ആണെന്ന് വിചാരിച്ചോളാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരേ പേരുള്ള 2-3 കുട്ടികൾ കാണില്ലേ? അപ്പോൾ അവർക്ക് എന്താണ്, ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു കുട്ടിക്ക് എൻ്റെ അതേ പേര് വെക്കരുത്. നമ്മുടെ ക്ലാസ്സിൽ ഒരേ പേരുള്ള ഒരു 3 പേരുണ്ടെന്ന് വെക്കുക. നമ്മൾ യൂണീക്കായിട്ട് അവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അവരുടെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതേ ഒരു കോൺസെപ്റ്റിൽ ഓർത്താൽ മതി. വാല്യൂസ് എപ്പോഴും മൾട്ടിപ്പിൾ വാല്യൂസ് വരാം. അപ്പോൾ ഇവിടെ ഈ 2 വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ABCAD എന്ന് എക്സിന്റെ ഇൻസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. 2, 2, 3, 1, 4 എന്ന് വൈയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് എന്താ X ടെൻസ് ടു Y ഉണ്ടോ എന്ന് നോക്കണം. A യുണീക്ലി ഐഡന്റിഫൈസ് 2 ആണോ എന്ന് നോക്കാം. A ഇവിടെ 2 വന്നു. പിന്നെ ഇവിടെ എവിടെയെങ്കിലും A വരുന്നുണ്ടോ? യെസ്. ഇൻ 4th place we have another A. ബട്ട് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 1. അവിടെ തന്നെ നമ്മുടെ കണ്ടീഷൻ തെറ്റി. A യുണീക്ലി ഐഡന്റിഫൈസ് 2 എന്നാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ 1ഉം വന്നു. സോ 2 ഡിഫറെൻറ്റ് വാല്യൂസ് ആർ ദെയർ, ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ദി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അപ്പോൾ ഇവിടെ X ടെൻസ് ടു Y എന്നുള്ള ഡിപ്പെൻഡൻസി ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ റിലേഷൻ 2ൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഇല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ എംപ്ലോയി എന്നൊരു ടേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ എംപ്ലോയിയുടെ ടേബിളിൽ എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ നെയിമും ഫോൺ നമ്പറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എംപ്ലോയി നമ്പർ 1, 2, 3, 1, 4 ആൻഡ് നെയിം ആലീസ്, ബോബ്, ഡേവിഡ്, ആലീസ് ആൻഡ് എബി. ഫോൺ നമ്പേഴ്സും കറസ്പോണ്ടിങ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വരിക? വി ക്യാൻ സേ ദാറ്റ് എംപ്ലോയി നമ്പർ ഡിറ്റർമൈൻസ് ദി എംപ്ലോയി നെയിം. വൈ ഇറ്റ് ഈസ്? ബിക്കോസ് 1 എന്നുള്ള എംപ്ലോയി നമ്പർ ആലീസ്, 2 എന്നുള്ളത് യുണീക്ലി ഐഡന്റിഫൈസ് ബോബ്, 3 യുണീക്ലി ഐഡന്റിഫൈസ് ഡേവിഡ്. Again we have the employee number 1 and the name is Alice. 1 വരുന്നിടത്ത് ആലീസ് ആയിരുന്നു, ഇവിടെയും 1 വരുന്നിടത്ത് ആലീസ് തന്നെയാണ്. 4 വരുന്നിടത്ത് എബി. സോ ഈച്ച് എംപ്ലോയി നമ്പർ ഐഡന്റിഫൈസ് എ ഡിഫറെന്റ് നെയിം. അപ്പോൾ 1 എന്ന് വരുന്നിടത്തെല്ലാം ഒരേ ഇൻസ്റ്റന്റ് ആണ്, ഒരേ ഇൻസ്റ്റന്റിന് ഒരേ വാല്യൂ ആണ്. അപ്പോൾ ഓരോന്നും യുണീക്ക് ആയിട്ട് നെയിമിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദി എംപ്ലോയി നമ്പർ ഡിറ്റർമൈൻസ് ദി എംപ്ലോയി നെയിം. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈ ടേബിൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത 2 ആട്രിബ്യൂട്ട്സ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എംപ്ലോയി നെയിമും ഫോൺ നമ്പറും ഇതുപോലെ ഫങ്ഷണലി ഡിപ്പെൻഡന്റ് ആണെന്ന്. സോ ആലീസ് വന്നു 1, 2, 3, 4. ബോബിന്റെ ഫോൺ നമ്പർ 3213. ഡേവിഡ് 1, 2, 3, 4. Again we have the name Alice and the phone number is 1, 2, 3 and 5. അപ്പോൾ ഇവിടെ എന്താണ്? 2 ഡിഫറെന്റ് വാല്യൂസ് വന്നു ഒരേ ആട്രിബ്യൂട്ടിന്, അല്ലെങ്കിൽ ഒരേ ആട്രിബ്യൂട്ടിന്റെ 2 ഇൻസ്റ്റൻസിന്. പക്ഷേ വാല്യൂസ് ഡിഫറെന്റ് ആണ്. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് ഐഡന്റിഫൈസ് ഫോൺ നമ്പർ. സോ വി cannot say that the attribute name uniquely identifies phone number. ഈ ഫോൺ നമ്പർ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അതിലില്ല. ഇവിടെയുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്? എംപ്ലോയി നമ്പർ ആൻഡ് എംപ്ലോയി നെയിം. ഓക്കെ, ഇവിടെ ഞാനൊരു സ്റ്റുഡൻറ്റിന്റെ ടേബിൾ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ട്രിവിയൽ ആൻഡ് നോൺ ട്രിവിയൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് SID, S9, ഫോൺ നമ്പർ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇതിൽ ജനറലി ഞാൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് പറയാം. SID, S9നെ കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് പറയാം. കാരണം ഇവിടെയും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് വരുന്ന സമയത്ത് A എന്നുള്ള നെയിം തന്നെയാണ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് SID ഡിറ്റർമൈൻസ് S നെയിം. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സാമിന് തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ SID, S നെയിം എന്നുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നെയിമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഐ മീൻ S നെയിം, പിന്നെ അതുപോലെ തന്നെ SID, S നെയിം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് SID കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വയ്ക്കാം. ഇങ്ങനെ തന്നിട്ടുള്ളതിനാണ് നമ്മൾ ട്രിവിയൽ എന്ന് പറയാം. ബിക്കോസ് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, SID, S നെയിം ഇതിന്റെ ഒരു സബ്സെറ്റ് അല്ലേ S നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SID, S നെയിം ഇതിന്റെ സബ്സെറ്റ് ആണ് SID. ഇങ്ങനെ സബ്സെറ്റ് ആയിട്ട് വരുന്നതിനെയായിരിക്കും നമ്മൾ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുക. സോ X ടെൻസ് ടു Yയില് ഇഫ് Y
is a subset of X, then we can say that it is trivial functional dependency. Otherwise, it is called non-trivial functional dependency.